വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും തോന്നുന്നില്ല. പരസ്പരം പഴിചാരിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലെന്ന് കരുതിയാൽ മതി. നിനക്ക് സമ്മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താം. അനാഥ കുട്ടികളെയൊക്കെ എടുത്ത് വളർത്തിയാൽ അവര് വളർന്ന് വലുതായി കഴിയുമ്പോ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം മക്കളുടെ സ്നേഹം അവർക്കുണ്ടാകുമോ? എന്തുകൊണ്ട് ഉണ്ടായിക്കൂടുന്നില്ല? സ്വന്തം മക്കളെക്കാൾ സ്നേഹം അവർക്കേ ഉണ്ടാവൂ. നാളെ രാവിലെ തന്നെ നമുക്ക് അനാഥാലയത്തിൽ പോയി അന്വേഷിക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് അനാഥ പഠിക്കാണ്ടിരുന്ന നാടകം കേൾക്കാ. ஆல் இண்டியா ரேடியோ சென்னை வானொலியில் நீங்கள் இதுவரை கலா கைரளி மலையாள நிகழ்ச்சி கேட்டீர்கள். இனி செய்திகள். ഇവിടെ പിള്ളാരെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുമ്പോഴാ കുട്ടികളെ ദത്തെടുക്കാൻ ഒരു നാടകം. പഠിച്ചോനെ, ഏതാണ് ഈ പുള്ള? ആരെയും കാണുന്നില്ലല്ലോ. ബഷീറേ, പഠിച്ചോനെ, ആരിന്റെ പുള്ളയാണോ? ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് രാത്രി ക്ഷീണം. പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ പിന്നെ രാത്രിയെ ക്ഷീണം ഉണ്ടാവുള്ളൂ. അല്ലാ, ദേ കിടക്കണ തൊപ്പി. മോളെ. മോളോ? ഈ കൊച്ചെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നിങ്ങക്ക് ഈ കൊച്ചിനെ അറിയാല്ലേ? ഇത് അവന്റെ കൊച്ചാണല്ലോ. അവളുടെ കൊച്ചെന്ന് പറ. ഇല്ലാത്ത പോലെ പറഞ്ഞാലുണ്ടല്ലോ. പാപ്പ, നമുക്ക് ഈ കൊച്ചിനെ വളർത്താം. ഒന്ന് പോടാ വരുന്നു. കൊച്ചിനെ വളർത്താൻ നടക്കുന്നു. നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സ്വഭാവം തന്നെയാ. ഏത് സ്റ്റേഷനിൽ ചെന്നാലും അതിന്റെ അടുത്തൊക്കെ ഓരോ കെട്ടികളുണ്ടാവും. എന്റെ സേനവ, നീ എന്റെ ചാരിത്രശുദ്ധിയെ സംശയിക്കരുത്. ഞമ്മക്ക് നിങ്ങളെ വിശ്വാസമില്ല. പോടി അവിടുന്ന്. ഇത് അവന്റെ കൊച്ചു തന്നെയാ. ഈ കൊച്ചിനെ കളയാൻ രാവിലെ മുതൽ ഒരുത്തം നടന്നിരുന്ന ഞാൻ കണ്ടതാ. നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയണ്ട. ഏത് പകച്ചയ്ക്ക് ഉണ്ടായതാന്ന് നേര് പറ. പണ്ടാണെങ്കിൽ ആ കൊച്ചിനോട്ട് തന്നെ. ഇന്ന് അവനെ കുറിച്ച് കണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. കരയല്ലേ അവള്? ഒന്ന് കരയല്ലാണ്. കരയല്ലേ? ഓ, ഈ പഹനെ പാതിരാക്കി ഞാൻ എവിടെ പോയി തപ്പാൻ റബ്ബേ? ആ കാലാക്കിന്റെ അവലും നഞ്ഞായി പടച്ചോനെ. നാളെ നിങ്ങൾ ഞമ്മളോട് ഈ ചതി ചെയ്തല്ലോ. പോയിട്ട് ബാ വെച്ചിട്ടുണ്ട്. ഓ, ഇത് ഇടിവെട്ട് കൊണ്ടോന്റെ തലയിലെ മുടി കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞ പോലെ പോയല്ല. നിന്നെ കളഞ്ഞു കിട്ടിയാരും കൊണ്ട് വല്ല കള്ളന്മാരെയും കിട്ടിയിരുന്നെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടാനാ. നിന്നെ പോലീസ് സ്റ്റേഷനിലും കൊണ്ട് ഇടാൻ പറ്റൂലല്ലോ. ഒന്ന് കരയാതിരിക്കന്നെ വെച്ചേ. കരച്ചില് കേട്ട് 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 അവസാനം എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. അള്ളാഹ്, ഇതാരാണീ വരുന്നത്? സാറേ, കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാ? ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. സ്വല്പം നേരത്തെ പോയി. ഒന്ന് കീറി പൊളിക്കല്ലോ കൊച്ചെ. ഓ, പോലീസ് ഭാഷ കേട്ടിട്ട് നിന്റെ കരച്ചിൽ കേൾക്കണില്ലല്ലോ. ഒരു പോലീസുകാരനായ ഞാൻ കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി നടക്കേണ്ട ഗതികേട് വന്നല്ല. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് എന്നുള്ള ഗതി അറിയാവോ? എന്റെ മയ്യത്തോണ്ട് ചിരിയും കളി ആയിരിക്കുള്ളൂ അവിടെ. അറിയാവോ? ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട അപ്പേ? ഒരു പുലിവാലി വന്ന് പറഞ്ഞത്. മോളെ, മൂത്രമൊഴിച്ചേക്കല്ലേ. ആളെ എഴുന്നേറ്റ് ആകെ ഗതികേടാവും. പിച്ചക്കാരുടെ പോലീസിന് ഇടികൊണ്ടെന്നാവും. പിന്നെ വന്നോ? അതെ, എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? കിളിക്കല്ലേ? ഗുഡ് മോർണിംഗ് സർ. അരവിന്ദനോ? ഗുഡ് മോർണിംഗ്. എന്താ സർ, ആരെങ്കിലും വരുന്നുണ്ടോ? ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ നമ്മുടെ ഒരാൾ വരുന്നുണ്ട്. ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണോ? ഇല്ല സർ, റൈറ്റ് ടൈമാ. എന്നാൽ താനൊരു കാര്യം ചെയ്യും. ഞാനൊരു പേര് എഴുതി തരാം. താനൊന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ. ഹലോ,
ഹലോ, ആരെങ്കിലും വരുന്നുണ്ടോ? അഡ്വക്കേറ്റിന്റെ മോള് വരുന്നുണ്ട്. നിമ്മി ചെറിയാൻ. ഇതാരാ? നമ്മുടെ സജി സാറിന്റെ പാർട്ടിയാ. ഓ, ബാംഗ്ലൂർ ഫ്ലൈറ്റ് റൈറ്റ് ടൈമാ? റൈറ്റ് ടൈം ആണല്ലോ. തീപ്പെട്ടി ഉണ്ടോ? തരാം. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? Your attention please. അങ്ങനെ പോകുന്നു. Flight number IC531 from Bangalore. റൈറ്റ് ടൈം ആണല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാം. ശരി. നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? വീട്ടിലേക്ക്. വീട്ടിലേക്കോ? ഇങ്ങനെയാണോ വീട്ടിലേക്ക് പോകേണ്ടത്? പിന്നെ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്? നിങ്ങൾ എന്നെ പഠിപ്പിക്കാണോ? എനിക്കെന്താ പള്ളിക്കൂടം വാദ്യരുടെ പണിയാണോ? ഓഹോ, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യാനല്ലേ? ഞാൻ ഡാഡിയോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ അൺകൾച്ചർഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ വെക്കരുതെന്ന്. എന്താ നിമ്മി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിമ്മിയോ? ഞാൻ നിമ്മിയൊന്നുമില്ല. ഐ എം ഗീത സാമുവൽ. അല്ല, അപ്പോ നിമ്മി അതല്ല. രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കോ ഓരോ നമ്പറും കൊണ്ട്. അതെ, ഒന്ന് നിൽക്കണേ. ഞാനൊന്ന് ഐ എം സോറി. ആളറിയാതെ പറ്റിപ്പോയതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇനിയിപ്പോ ഒറിജിനൽ നിമ്മി എവിടെ പോയി തപ്പും? ഡാഡി, ഡാഡി, മോളിങ് എത്തിയോ? ഡാഡി, എയർപോർട്ടിൽ വണ്ടി അയച്ചോ? ആ വണ്ടിയിലല്ലേ നീ വന്നത്? അല്ല, ഞാൻ ടാക്സിയിൽ വന്നത്. ടാക്സിയിലോ? അവനോട് വന്നില്ലേ? പിന്നെ അവൻ ഇവിടെ പോയി. മോളെ, പുതിയൊരു ഡ്രൈവറാ കേട്ടോ. എന്റെ പേര് എഴുതി പിടിച്ച പ്ലക്കാർഡുമായി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ കാണിച്ചു തന്ന വണ്ടിയില ഞാൻ കയറിയത്. ഏതോ ഒരുത്തൻ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയനെ. അയ്യോ മോളെ, സൂക്ഷിക്കണം. കിഡ്നാപ്പേഴ്സ് ഒക്കെ ഉള്ള സ്ഥലവാ. ഓരോ ദിവസം പേപ്പർ എടുത്ത എന്തൊക്കെയാ കാണുന്നേ. മോള് പോയി കുളിച്ച് റെസ്റ്റഡ്. ഡാഡി ഇന്ന് നേരത്തെ വരാം. മെടുക്കി. രംഗയ്യ, ഈ പെട്ടി എടുത്ത് അകത്ത് പോയി. എടാ, നീ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്നത്? വെറുതെ എന്തിനാ അച്ഛാ എയർപോർട്ടിന് കുറ്റം പറയുന്നത്? ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്റെ കർത്താവേ, ഞാൻ നിമ്മി എവിടെ പോയി അന്വേഷിക്കാനാ? അവളെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രേസ് കുട്ടറെ ഫോൺ വന്നു. ഫ്ലൈറ്റ് വന്നു പോയെന്ന് നീയും പറയുന്നു. അവൾ ആദ്യമായിട്ട് ഇവിടെ വരികയാ. ഈ സ്ഥലത്തെ പറ്റി അവൾക്ക് യാതൊരു ബോധവും ഇല്ല. എന്റെ കർത്താവേ, ഞാൻ ഗ്രേസിയോട് എന്നാ സമാധാനം പറയും? എടാ, നിന്നെ അയച്ച നേരത്തെ ഞാൻ തന്നെ പോയാൽ മതിയായിരുന്നു. എന്നാ പിന്നെ അത് മതിയായിരുന്നു. ഒരുമാതിരി ഡ്രൈവർമാരോട് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കരുത്. അച്ചായൻ പറഞ്ഞതുപോലെ നിമ്മി ചെറിയാണെന്ന് ബോർഡും പിടിച്ചോണ്ട് ഞാൻ നിന്നപ്പോ എന്റെ കാറിൽ വന്ന് കയറിയ പെണ്ണ് നിമ്മിയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. എടാ, നീ കാർ കൊണ്ട് ചെന്നപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കുച്ചനെ കണ്ടു. അതിനെ എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോകും. അല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ കാറുമായിട്ട് ചെന്നപ്പോ ഏതോ ഒരു പെണ്ണ് ഇടിച്ചു വന്ന് എന്റെ കാറിൽ കയറിയതാ. അച്ഛൻ ഒരുമാതിരി ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയരുത്. എടാ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ നല്ലതിനെ പോയേക്കാം. അല്ല, ഞാൻ കൂടെ വരണോ? വേണ്ട, നീ വരണ്ട. അടക്കുന്നു അഴുക. വേറെ ഏതെങ്കിലും പെണ്ണിനെ വലിച്ചേറ്റി കൊണ്ടുപോവാ. എന്നോട് ക്ഷമിക്കുമോളെ, വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഈശ്വര, ആ കുഞ്ഞ്
തണുത്ത് വിറയ്ക്കുന്നുണ്ടല്ലോ. എന്നോട് ക്ഷമിക്കും മോളെ, എന്നോട് ക്ഷമിക്കും. സാരില്ല കേട്ടോ, ഞാൻ തോർത്തി തരാം. ഇനി മോളെ ഞാൻ ഉപേക്ഷിക്കില്ല കേട്ടോ. മോക്ക് ഞാനുണ്ട്. മോളറിയിക്കോ, ഉറയ്ക്കും. നല്ല മോളെ.